മച്ചാമാരെ നമ്മളിന്ന് അൺബോക്സ് വേണ്ടി കൊണ്ടുവന്ന കിഡിക്കാച്ച് ഫോണാണ് ഹോണർ 200 ലൈറ്റ്. ഹോണറിന് തന്നെ ഹോണർ 200ഉം ഹോണർ 200 പ്രോ എല്ലാം വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ ഒരു ഫോൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഹോണർ 200 ലൈറ്റ് എന്നുള്ളത്. 108 മെഗാ പിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട്, 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 8+8 നമുക്ക് റാം എക്സ്റ്റെൻഡ് ചെയ്ത് 16 GB വരെ റാം ആക്കാവുന്നതാണ്. 256 GB മെമ്മറിയും വരുന്ന ഒരു കിഡിക്കാച്ച് ഫോണാണ് ഹോണർ 200 ലൈറ്റ് എന്നുള്ളത്. ഈ ഒരു ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്ത് തന്നുള്ള കുവൈത്ത് സിറ്റിയിലെ ട്രിപ്പിൾ9 മൊബൈൽസ് ആണ്. ഷോപ്പിന്റെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വലിയൊരു ബോക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫോണിൽ ചാർജറും ഹെഡ്സെറ്റും ഒക്കെ അവൈലബിൾ ആണ്. ആ കാര്യത്തിലൊന്നും ഒരു കഞ്ഞിത്തരും ഹോണറിന്റെ ടീംസ് കാണിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൺ എങ്ങനെ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം വലിയൊരു ബോക്സ് ആണ്. നേരെ മാറ്റി വെക്കാം. നമ്മുടെ ഒരു ഫോൺ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ലാമിനേഷൻ കവറൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നല്ല ബ്ലൂ കളറിലാണ് നമുക്ക് ഈ ഒരു ഫോൺ ഇവിടെ കാണുന്നത്. അത്യാവശ്യം ഒരു വലിയ ഒരു ഫോൺ, 6.7 ഇഞ്ചസിലാണ് ഈ ഒരു ഫോൺ നമുക്ക് വന്നിട്ടുള്ളത്. അമോ LED ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാക്കും. ഈ ഒരു ഫോണിൽ ഹോണർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിലത്ത് വീണ ഡിസ്പ്ലേ പൊട്ടില്ല, അതുപോലെ തന്നെ എന്താ പറയാ പൊട്ടാത്ത ഫോൺ എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത് വിചാരിച്ച് ആരും നിലത്തിടാനോ ചുറ്റി കൊണ്ട് തച്ചു പൊട്ടിക്കാനോ നോക്കൊന്നും വേണ്ട. പൊട്ടിപ്പോയ അവനെ ഫോൺ പോയി. അപ്പൊ തൽക്കാലം നമുക്ക് ഫോൺ മാറ്റി വെക്കാം. നമ്മുടെ ബോക്സിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കട്ടെ. നേരെ ഈ ഒരു കവറിൽ നമുക്ക് ഒരു സിലിക്കോൺ ആയിട്ടുള്ള ഒരു കവർ, ഒരു കേസ് നമുക്ക് തന്നിട്ടുണ്ട്. നോർമൽ ക്വാളിറ്റിയിലുള്ള ഒരു കേസാണ്. മറ്റുള്ള കമ്പനിക്കാർ ഇതുപോലെ നമുക്ക് തരുന്നില്ല. ആ സ്ഥലത്താണ് ഹോണർ നമുക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ വേറെ ഒന്നിൽ നമുക്ക് സിം ഇജക്ട് ചെയ്യാനുള്ള പിന്ന് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വരുന്ന ഒരുവിധം ഫോണിലൊന്നും നമുക്ക് ചാർജിങ് അഡാപ്റ്റർ കാണാൻ കിട്ടില്ല. ആ സ്ഥാനത്താണ് ഹോണർ നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. 35 വാട്ട്സിന്റെ ആ ഒരു ചാർജിങ് സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിന്റെ കേബിൾ വരുന്നുണ്ട്. C ടൈപ്പ് ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു കേബിൾ തന്നെ, ഒരു 1 മീറ്ററിന്റെ ഒരു കേബിൾ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഒരു ഫോണും കൊടുക്കാത്ത മുതലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഹെഡ്സെറ്റ്. പക്ഷെ ഇതിൽ നമുക്ക് 3.5 mm ജാക്ക് ഇല്ല. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അതിന്റെ കണക്ടർ, അതായത് C ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു കണക്ടറും കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫോൺ വാങ്ങുന്ന ആളുകൾക്ക് ഫോണിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെപ്പറേറ്റ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം ഹോണർ തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. നമുക്ക് ഫോണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകുവശത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത്യാവശ്യം ഭയങ്കര ഗ്ലേസിംഗ് ഡിസൈനാണ്. സ്ക്രാച്ച് ഒന്നും ആവില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു 3 ക്യാമറ, അതുപോലെ തന്നെ LED ഫ്ലാഷ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൻ ക്യാമറ നമുക്ക് വരുന്നത് ഏകദേശം 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 5 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിന്റെ മാർക്കോ. ഈ രീതിയിലാണ് 3 ക്യാമറ വരുന്നത് വിത്ത് LED ഫ്ലാഷ് വരുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് 1050 റെസൊല്യൂഷനിലാണ്. നമുക്ക് 4K വീഡിയോ എടുക്കാൻ സാധിക്കില്ല. 1080ലാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. പിന്നെ പുറകെ നമുക്ക് ഹോണർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ IMEI നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ മൈക്ക് വരുന്നുണ്ട്. അതുപോലെ സ്പീക്കർ, ചാർജിങ് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 3.5 mm ജാക്ക് ഇല്ല. അതിന് പകരം ഈ ഒരു ഭാഗത്ത് തന്നെ C ടൈപ്പ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഹെഡ്സെറ്റും യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സിം സ്ലോട്ട് കാണുന്നുണ്ട്. ഈ സിം സ്ലോട്ടിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. ഡുവൽ സിം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സൈഡിലാണ് ഫിംഗർ പ്രിന്റ് വരുന്നത്. അതായത് വോളിയം അപ്പ് ആൻഡ് ഡൗണിന്റെ ബട്ടണും ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് സെൽഫി ക്യാമറയിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ഫ്ലാഷ്, LED ഫ്ലാഷ് കമ്പനി കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കമ്പനി കൊടുത്തിട്ടുണ്ട്. അമോ LED ഡിസ്പ്ലേ 6.7 ഇഞ്ചസിലാണ് ഈ ഒരു ഫോണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഹോണർ 200 ലൈറ്റ് നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്. ആ ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം എടുത്ത് തന്നെ കാണിക്കുന്നുണ്ട് വേണം നമുക്ക് പറയാൻ. ഈ ഒരു ഫോണിൽ നമുക്ക് Android 14ലാണ് ഈ ഒരു ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ചിപ്സെറ്റ് MediaTekന്റെ ചിപ്സെറ്റ് ആണ് കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് കാര്യം ഇപ്പോഴത്തെ വരുന്ന ഫോണിൽ നമുക്ക് NFC ഉള്ള ഫോൺ എടുത്തിട്ട് നമുക്ക് ഉപകാരമുള്ളൂ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഹോണർ 200 ലൈറ്റിൽ നമുക്ക് NFC സപ്പോർട്ടറാണ്. ഈ ഒരു ഫോണിൽ നമുക്കൊരു കുഴപ്പമെന്ന് നമുക്ക് കണ്ടിട്ടുള്ളത് വെച്ചാൽ നമുക്ക് മെമ്മറി കാർഡ് അഡീഷണൽ ആയിട്ട് നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് 256 GB നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഒരു ആവശ്യം ഉണ്ട് എന്ന് തോന്നില്ല. പക്ഷെ ചില ആളുകൾക്ക് മെമ്മറി കാർഡ് തന്നെ വേണം എന്നുള്ള ആളുകൾക്ക് ഈ ഒരു ഫോൺ എടുത്തിട്ട് കാര്യമില്ല. അവർക്ക് മെമ്മറി കാർഡ് ആളുകൾക്ക് വേറെ ഫോൺ നോക്കാവുന്നതാണ്. ആ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഒരു ലെവൽ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നോക്കുകയാണെങ്കിലും ആ ഒരു ക്വാളിറ്റി അമോ LED ഡിസ്പ്ലേ 6.7 ഇഞ്ചിന്റെ അമോ LED ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നമുക്കൊരു
ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വെച്ചില്ല. ഇതിൽ നമുക്ക് 4500 mAh നോൺ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് വരുന്നത്. സാധാരണ ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫോൺ നമുക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ആ സ്ഥാനത്ത് ഒരു 4500 mAh ബാറ്ററി വന്നപ്പോൾ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ബാറ്ററി പാക്ക് നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോണിന്റെ ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുക. ആ ഒരു ഹോണറിന്റെ ഫോട്ടോ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് സൂം ചെയ്യുമ്പോഴും അതിന്റെ ക്വാളിറ്റിയിൽ ഒരു കുറവും നമുക്ക് വന്നിട്ടില്ല. ആ ഒരു ക്വാളിറ്റി ലെവലിൽ തന്നെയാണ് നമുക്ക് 0.6 ഇട്ടാലും 1 അതുപോലെ തന്നെ 2, 3 ഏത് ലെവലിൽ ഇട്ടാലും ആ ഒരു കിണ്ണം കാഴ്ച ആ ഒരു ക്യാമറ 108 മെഗാപിക്സലിന്റെ ഒരു കിണ്ണം കാഴ്ച ക്യാമറ സപ്പോർട്ട് തന്നെ ഹോണർ 200 ലൈറ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഫോണിന്റെ ടച്ച് കാര്യങ്ങളുടെ ആ ഒരു സ്പീഡൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിട്ട് നമുക്ക് ടച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നത്. ആ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫോൺ നമുക്ക് 3 കളറിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി കിണ്ണം കാച്ച് 3 കളറിൽ നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. പിന്നെ സ്പീഡ് കാര്യങ്ങൾ എന്താ ഞാൻ പറഞ്ഞു, ആൻഡ്രോയിഡ് 14 ചിപ്സെറ്റ് വരുന്നത്, മീഡിയാടെക്കിന്റെ ചിപ്സെറ്റ് ആണ്. ആ ഒരു ക്വാളിറ്റിയിലുള്ള എന്തായാലും ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. പല ആളുകൾക്കും ഒരു ഡൗട്ടാണ് ഈ ഒരു ഫോണിൽ നമുക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണെന്നുള്ളത്. തീർച്ചയായും ഹോണറിന്റെ ഫോണുകൾ നമുക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. ഹുവായുടെ മൊബൈൽ മാത്രമാണ് നമുക്ക് പ്ലേ സ്റ്റോർ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത്. ഹോണറിന്റെ മൊബൈലൊക്കെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോർ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ആ ഒരു കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് NFC സപ്പോർട്ടറാണ്. അപ്പൊ തീർച്ചയായും ഹോണർ 200 ലൈറ്റ് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കിണ്ണം കാച്ച് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും 1-2 പോരായ്മകൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എടുക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഹോണർ 200 ലൈറ്റ് എന്ന്. അപ്പൊ തീർച്ചയായും ഇന്നത്തെ ഒരു വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോ കേസ് എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.